ഇന്ത്യ സ്വർണ്ണ പക്ഷി എന്ന പേരിൽ പണ്ടുമുതൽക്കേ പ്രശസ്തമായിരുന്നു. സമൃദ്ധമായ അസംസ്കൃത വസ്തുക്കളും വിലയേറിയ കല്ലുകളും ആണ് ഇതിന് കാരണം. കോഹിനൂർ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വേറെയുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട 10 വിലമതിക്കാനാകാത്ത വസ്തുക്കൾ ഇതാ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. കോഹിനൂർ ലോകത്തിലെ ഏറ്റവും വലിയ വജ്രമാണ് കോഹിനൂർ. ഈ വജ്രത്തിന്റെ ഉദ്ഭവം ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ ഖനിയിലാണ്. മുറിക്കാത്ത സമയത്ത് ഈ വജ്രം 793 കാരറ്റായിരുന്നു. നിലവിൽ ഈ വജ്രം 21.6 ഗ്രാം ഭാരമുള്ള 105.6 മെട്രിക് കാരറ്റ് വജ്രമാണ്. 1850-ൽ വജ്രം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും കടത്തുകയും പിന്നീട് വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറുകയും ചെയ്തു. മയിൽ സിംഹാസനം പ്രസിദ്ധമായ രത്നസിംഹാസനമായിരുന്നു മയിൽ സിംഹാസനം. ഉത്തരേന്ത്യയെ കീഴടക്കിയ മുഗൾ ചക്രവർത്തിമാരുടെ ആസ്ഥാനമാണിതെന്ന് പറയപ്പെടുന്നു. നേരത്തെ ഈ സിംഹാസനം ഡൽഹിയിലെ ചെങ്കോട്ടയിലായിരുന്നു. 1739-ൽ ഡൽഹി പിടിച്ചടക്കി മുഗൾ സാമ്രാജ്യം കീഴടക്കിയ നാദിർ ഷാ മയിൽ സിംഹാസനവും മറ്റ് നിധികളും പേർഷ്യയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അത് പൊളിച്ച് അതിന്റെ ഭാഗങ്ങൾ പേർഷ്യൻ നടേരി മയിൽ സിംഹാസനത്തിൽ ഉൾപ്പെടുത്തിയതായി പറയപ്പെടുന്നു. ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാന്റെ ദേശീയ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ടിപ്പു സുൽത്താന്റെ മോതിരം ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ മൈസൂരിലെ അവസാന രാജാവിന് ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം അവർ ടിപ്പു സുൽത്താന്റെ വാളും മോതിരവും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. പിന്നീട് വിജയ് മല്യ 1.57 കോടി രൂപയ്ക്ക് ലേലത്തിൽ വാൾ സ്വന്തമാക്കി. 2004-ൽ വാൾ ഇന്ത്യയിൽ തിരിച്ചെത്തി. വാൾ ഇന്ത്യയിൽ വന്നെങ്കിലും മോതിരം വന്നില്ല. ദേവനാഗരി ലിപിയിൽ മോതിരത്തിൽ റാം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. അമരാവതി മാർബിൾസ് 120 ലിഖിതങ്ങളുടെയും ശില്പങ്ങളുടെയും അതിശയകരമായ ശേഖരമാണ് അമരാവതി ബാലുസ്ട്രേഡുകൾ. എഡി 100 മുതലുള്ള ചുണ്ണാമ്പുകല്ലിൽ കൊത്തുപണികൾ കൊണ്ടാണ് ഈ ശില്പങ്ങളും ലിഖിതങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. 1859-ൽ ബ്രിട്ടീഷുകാർ ഇത് മദ്രാസിൽ നിന്ന് ഖനനം ചെയ്തു. ഇപ്പോൾ ഈ ശില്പങ്ങളും ലിഖിതങ്ങളും ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നാസാക് ഡയമണ്ട് കോഹിനൂർ മാത്രമല്ല, നാസാക് ഡയമണ്ട് ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. നാസിക്കിലെ മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ വജ്രം ആദ്യം കണ്ടെത്തിയത്. 1500 മുതൽ 1817 വരെ വജ്രം ക്ഷേത്രത്തിൽ തുടർന്നു. 1818-ൽ ആംഗ്ലോമറാഡ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ വജ്രം എടുക്കുകയും പിന്നീട് ബ്രിട്ടീഷ് ജ്വല്ലറികൾക്ക് വ്യാപാരം ചെയ്യുകയും ചെയ്തു. മഹാരാജ രഞ്ജിത് സിംഗിന്റെ സിംഹാസനം ഈ സിംഹാസനത്തിന്റെ സൃഷ്ടാവ് ഹഫീസ് മുഹമ്മദ് മുൾട്ടാനി എന്ന മുസ്ലിം സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. മഹാരാജാവ് തറയിലോ കസേരയിലോ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ സിംഹാസനം താനുൾപ്പെടുന്ന മന്ത്രിസഭാ യോഗങ്ങളിലേക്ക് മാത്രം ഉപയോഗിച്ചിരുന്നത്. സംസ്ഥാന സ്വത്തിന്റെ ഭാഗമായി 1849-ൽ ബ്രിട്ടീഷുകാർ ഈ സിംഹാസനം ഏറ്റെടുക്കുകയും തുടർന്ന് ബ്രിട്ടനിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. സരസ്വതി ദേവിയുടെ മാർബിൾ വിഗ്രഹം 1034-ലാണ് ദേവിയുടെ ഈ മാർബിൾ പ്രതിമ കൊത്തിയെടുത്തത്. മധ്യപ്രദേശിലെ ഭോജ്ശാല ക്ഷേത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രതിമയാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പ്രതിമ നിഗൂഢ സാഹചര്യത്തിൽ നഷ്ടപ്പെടുകയും തുടർന്ന് 1886-ൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഈ പ്രതിമ നിഗൂഢമായി കണ്ടെത്തുകയും ചെയ്തു. ഷാജഹാന്റെ റോയൽ ജേഡ് വൈൻ കപ്പ് 1657-ൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ കപ്പ്. ഇറാൻ, ഇന്ത്യ, ചൈന, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ കപ്പ് നിർമ്മിച്ചത്. തുടർന്ന് ഈ കപ്പ് കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും പിന്നീട് ഈ കപ്പ് ലണ്ടനിലെ വിക്ടോറിയയിലും ആൽബർട്ട് മ്യൂസിയത്തിലും കണ്ടെത്തി. ഈ കാപ്പിതു എങ്ങനാ ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നതെന്നു ഇന്നും ആർക്കും അറിയാത്തൊരു ചുരുളഴിയാത്ത രഹസ്യമാണ്.